നമസ്കാരം. മോദി അധികാരത്തിൽ വന്ന് ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത അശുഭാപ്തി വിശ്വാസമാണ് സാധാരണ ജനങ്ങൾ വെച്ചു പുലർത്തുന്നതെന്ന് സീ വോട്ടർ നടത്തിയ സർവേ കണ്ടെത്തി. മുരടിച്ച വേതനവും ഉയർന്ന ജീവിത ചെലവും ഭാവിയിലെ സാധ്യതകളെ മങ്ങിക്കുന്നതിനാൽ കൂടുതൽ ഇന്ത്യക്കാർ തങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരായി മാറുന്നുവെന്നാണ് സീ വോട്ടറിന്റെ പ്രീ ബജറ്റ് സർവേ വ്യക്തമാക്കുന്നത്. സർക്കാർ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സർവേ ഫലം പുറത്തു വന്നത്. സർവേ പ്രകാരം അടുത്ത വർഷം സാധാരണക്കാരുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മോശമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതികരിച്ചവരിൽ 37% പേർ വരും. 2013 ശേഷം ഒരു സർക്കാർ നേരിടുന്ന ഏറ്റവും മോശം പ്രതികരണമാണിത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയോടുള്ള മോദി സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ച് തീർത്തും നെഗറ്റീവായ അഭിപ്രായമാണ് സർവേയിൽ പങ്കെടുത്തവർ പങ്കുവച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉടനീളം 5269 മുതിർന്നവരെയാണ് സീ വോട്ടർ സർവേക്കായി സമീപിച്ചത്. 2014 മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം പണപ്പെരുപ്പം അനിയന്ത്രിതമായി തുടരുകയാണെന്നും വിലക്കയറ്റമുണ്ടായെന്നും പ്രതികരിച്ചവരിൽ ഏകദേശം 2 പേരും അഭിപ്രായപ്പെടുന്നു. പണപ്പെരുപ്പ നിരക്ക് തങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് പ്രതികരിച്ചവർ 50%-ലധികം വരും. പ്രതികരിച്ചവരിൽ പകുതിയോളം പേരും തങ്ങളുടെ വ്യക്തിഗത വരുമാനം കഴിഞ്ഞ വർഷം അതേപടി നിലനിന്നിരുന്നുവെങ്കിലും ചെലവുകൾ വല്ലാതെ ഉയർന്നു എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. സർവേ അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഏകദേശം 2 പേരും പറഞ്ഞു. തുടരുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ വിലക്കയറ്റം ഒട്ടും നിയന്ത്രിക്കാനാവാതെ വന്നത് മിക്ക ഇന്ത്യൻ കുടുംബങ്ങളുടെയും ചെലവ് ചെയ്യാനുള്ള ശേഷിയെ തളർത്തി. രാജ്യത്തിന്റെ വാർഷിക വളർച്ച ഏകദേശം 6.4% ആയിരിക്കും എന്ന നിഗമനത്തിലാണ് സർവേ എത്തിയത്. 4 വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ചാ നിരക്കാണ് ഈ വർഷം തുടരുന്നതെന്ന് നേരത്തെ പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പരിഹാര നടപടികളൊന്നും കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല. പരമ്പരാഗതമായി വളർച്ചയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെട്ടു പോരുന്ന മധ്യവർഗമാണ് കൂടുതൽ ആഘാതം നേരിടുന്നത്. 2024 രാജ്യം ആഗോള സാമ്പത്തിക വളർച്ചാ സ്കെയിലിൽ കുതിച്ചു കയറുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും കൃത്യമായ വേതനം നേടാനുള്ള മതിയായ അവസരങ്ങൾക്കായി പോരാടുന്ന ഒരു വലിയ യുവജനങ്ങളുള്ള ഇന്ത്യയുടെ തൊഴിൽ വിപണിയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർന്നു. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തൊഴിലുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ PM പാക്കേജിനായി 2 ലക്ഷം കോടി രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. നരേന്ദ്രമോദി സർക്കാർ വലിയ വായിൽ മുന്നോട്ട് വെച്ച പദ്ധതികളോ പരിപാടികളോ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് ഇത്രമാത്രം നിരാശാജനകമായ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടത് എന്നാണ് സർവേ ഫലത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. 2014 അച്ഛേ ദിൻ ആയേഗ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഇപ്പോൾ 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്നാണ് അവകാശപ്പെടുന്നത്. ആ അവകാശവാദത്തിലൊന്നും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നാണ് സർവേ ഫലം തെളിയിക്കുന്നത്. സ്വർണത്തിനും പെട്രോളിനും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുതിച്ചുയർന്നതും ഡോളറിന് മുന്നിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല തകർച്ച നേരിടുന്നതും വമ്പിച്ച പണപ്പെരുപ്പത്തിനും തന്മൂലം വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമാകുമെന്നും അത് തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുമെന്നും സാമാന്യ ജനങ്ങൾ തിരിച്ചറിയുന്നത് യാഥാർത്ഥ്യബോധമുള്ള ഒരു ജനത ഉയർന്നു വരുന്നു എന്നതിന്റെ സൂചനയാണ്. പരമത വിദ്വേഷവും വർഗീയതയും കൊണ്ട് വിശപ്പ് മാറില്ലെന്ന് സാമാന്യ ഭാരതം തിരിച്ചറിയുന്നു എന്നതിന്റെ പ്രകടമായ തെളിവ് കൂടിയാണ് പ്രീ ബജറ്റ് സർവേ ഫലങ്ങൾ എന്ന് പറയാതെ വയ്യ.